എങ്ങനെയുണ്ട് പുതിയ സ്ഥലം? തൃശ്ശൂര് പൊള്ളിയല്ലേ ഗടി. അമ്മി മോനെ ഹാപ്പി അല്ലേ? പിന്നെ ഹായ്. what a surprise. Hello. കൊള്ളാലോ. അല്ലെങ്കിലും നിന്റെ തീരുമാനങ്ങളൊന്നും ശരിയായിരുന്നില്ലേ? തൃശ്ശൂർക്ക് സ്ഥലം മാറി വന്നപ്പോ ഇവൾക്കൊരു 100 കണ്ടീഷൻസ് ആയിരുന്നല്ലോ. സിറ്റിയുടെ നടുക്ക് തന്നെ ഒരു ലക്ഷറി ഫ്ലാറ്റ് വേണം, അതും നല്ല ലൊക്കേഷൻ, നല്ല ഇന്റീരിയർ, പിന്നെ സ്വിമ്മിംഗ് പൂള്, ജിമ്മ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി വിശ്വസിക്കാവുന്ന നല്ല സ്ട്രോങ് ബിൽഡറും. ഇതെല്ലാം ചേർന്ന ഒറ്റ ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഓറെക്സ് ബിൽഡേഴ്സ്. Orex, the builders of trustworthy home spaces. Orex Builders Private Limited, adorning lives. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് വൻ ഭക്തജന തിരക്ക്. ഗുരുവായൂരിലെ ആണ്ടുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി. വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 7 മുതൽ ആധ്യാത്മിക ഹാളിൽ ശ്രീമദ് ഗീതാപാരായണം ആരംഭിച്ചു. ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് പ്രത്യേക സദ്യ ഊട്ടുപുരയിൽ ഒരുക്കിയിരുന്നു. ഏകാദശി ദിനമായ ബുധനാഴ്ച കണ്ണനെ കണ്ട് തൊഴാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുവായൂരിൽ എത്തിയിരുന്നത്. ശങ്കരാചാര്യർക്കും വില്വമംഗലം സ്വാമിക്കും ഭഗവാൻ വിശ്വരൂപം ദർശനം നൽകിയത് ഏകാദശി നാളിലാണ് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്നതും ഏകാദശി ദിനത്തിലാണ്. ഗോതമ്പ് ചോറ്, കാളൻ, പുഴുക്ക്, ഗോതമ്പ് പായസം എന്നിവയോടെയാണ് ഏകാദശി സദ്യ ഒരുക്കിയിരിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ അതിവിശിഷ്ടമായി കൊണ്ടാടുന്നത്. മഹാഭാരത യുദ്ധസമയത്ത് ആയുധമെടുക്കാനാകാതെ പകച്ചു നിന്ന അർജുന് ഭഗവാൻ പാർത്ഥസാരഥി ഗീതോപദേശം നൽകിയത് ഈ ദിവസമാണെന്നും വിശ്വാസമുണ്ട്. ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നേടിയെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലം ഗുരുവായൂർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ദേവഗുരുവും വായുദേവനും ഈ ദിവസത്തിലാണ് പ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വാസം. ഒരു വർഷത്തെ മുഴുവൻ ഏകാദശിയും അനുഷ്ഠാനിക്കുന്നതിലൂടെ തുല്യമാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് പറയാറ്. ദശപഹാരദോഷം, സർവ്വപാപങ്ങൾ എന്നിവ പരിഹരിക്കാൻ ഏകാദശി ദിനം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.